ഹലോ ആൻഡ് വെൽക്കം ടു ഡോക്കന്നേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് നഴ്സിങ്ങിനും അതേപോലെ FNG സ്റ്റുഡൻസിനും അതേപോലെ പാരാമെഡിക്കൽ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് മലയാളത്തിൽ എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ കവർ ചെയ്യുന്നത് പാത്തോളജി സബ്ജക്റ്റാണ്. ഞാൻ ഒരു ഡോക്ടറാണ്. ഇവിടെ FNG എക്സാം പാസ്സായി ഇൻറ്റേൺഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോസ്. അപ്പോൾ നഴ്സിങ്ങിൻ്റെ ക്ലാസ്സസ് വേറൊരു നഴ്സാണ് എടുക്കുന്നത്. അപ്പം ഞാൻ നമ്മളുടെ മെഡിക്കൽ അല്ലെങ്കിൽ FNG സബ്ജക്ട്സിനായിട്ടുള്ള FNG എക്സാമിനുള്ള 19 സബ്ജക്ട്സ് ഞാനായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് പാത്തോളജി വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ പാത്തോളജിയിലെ ഏറ്റവും സ്റ്റാർട്ടിംഗ് ടോപ്പിക് ആയിട്ടുള്ള സെല്ലുലാർ ഇഞ്ചറി, അതിൻ്റെ അകത്തുള്ള ഹൈപ്പോക്സിയ എന്ന ടോപ്പിക്ക് നമുക്കിന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഹൈപ്പോക്സിയ? ഹൈപ്പോക്സിയ ഈസ് എ കണ്ടീഷൻ ഓർ where the body or the specific part of a body is deprived of adequate oxygen. അപ്പോൾ നമുക്ക് വേർഡ് കാണുമ്പോൾ തന്നെ അറിയാം, ഹൈപ്പോ ആൻഡ് ഓക്സിയ. ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവ്, ഓക്സിയ മീനിങ് ഓക്സിജൻ്റെ പ്രസൻസ് ഇൻ ബ്ലഡ്. അപ്പോൾ നമുക്ക് ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡിലുള്ള ഓക്സിജൻ്റെ കുറവാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹൈപ്പോക്സിയ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ശരീരത്തിനോ നമ്മളുടെ എൻറ്റയർ ശരീരത്തിനോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഭാഗത്തിനോ ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്നതാണ് ഹൈപ്പോക്സിയ. അപ്പോൾ ഇത് ഒരുപാട് റീസൺസ് കാരണം വരാം. ഫോർ എക്സാമ്പിൾ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് കാരണം വരാം. നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടിൽ ഓക്സിജൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഉയരമുള്ളൊരു ഇപ്പോൾ മൗണ്ട് എവറസ്റ്റിൻ്റെ പൊക്കത്ത് നിൽക്കുന്നു. അപ്പോൾ അവിടെ എന്തായാലും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അടച്ചിട്ട മുറിയിൽ പെട്ടുപോയി, അങ്ങനത്തെ സിറ്റുവേഷനിലും അവിടെ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. അപ്പോൾ അതൊരു എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. അതേപോലെ തന്നെ നമുക്ക് ചുറ്റുപാട് ഓക്സിജൻ ആവശ്യത്തിനുണ്ട്, പക്ഷേ നമ്മുടെ ശരീരത്തിന് ആ ഓക്സിജൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഇന്നർ ബോഡിയിൽ വരുന്ന ഒരു പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ നോക്കാം ടൈപ്സ് ഓഫ് ഹൈപ്പോക്സിയ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഹൈപ്പോക്സിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എൻവയർമെൻറ്റിലുള്ള ഓക്സിജൻ്റെ കുറവ്. അപ്പോൾ മെയിൻലി അതൊരു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഉള്ള സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞില്ലേ, മൗണ്ട് എവറസ്റ്റിൻ്റെ പൊക്കത്ത് നമ്മൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി എന്തായാലും കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈപ്പോക്സിൻ്റെ ഒരു ടൈപ്പ്. അല്ലെങ്കിൽ COPD എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അപ്പോൾ നമ്മളുടെ ലങ്സിലേക്ക് ഓക്സിജൻ അല്ലെങ്കിൽ എയറിന് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ലങ്സിലേക്ക് പോകുന്ന നമ്മുടെ ബ്രോങ്കസിന് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായി പോകുന്നതോ, അപ്പോൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നാളുകളായിട്ട് ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അടഞ്ഞു പോയിരിക്കുന്ന നമ്മളുടെ ബ്രോങ്കയും പ്രശ്നങ്ങൾ ലങ്സിനേക്കുള്ള ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ കിട്ടാതെ അല്ലെങ്കിൽ എയർ ഫ്ലോ സംഭവിക്കാതിരുന്നാൽ ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയ. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ പുറമെ. പിന്നെ അനീമിക് ഹൈപ്പോക്സിയ. ഇപ്പം നമ്മളുടെ ലങ്സിലേക്ക് ഓക്സിജൻ ആവശ്യത്തിന് എത്തി, പക്ഷേ ലങ്സിലേക്ക് ഓക്സിജൻ എത്തിയിട്ടും ആ ലങ്സിൽ നിന്ന് നമ്മുടെ ബ്ലഡ് വെസലിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിലേക്ക് ഓക്സിജൻ എത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ അനീമിക് ഹൈപ്പോക്സിയ. അപ്പോൾ അനീമിക് ഹൈപ്പോക്സിയ എന്ത് നെയിം, അത് വാക്കിൽ തന്നെ ഉണ്ട്, അനീമിയ. അപ്പോൾ നമ്മളുടെ ബ്ലഡിൻ്റെ കുറവ് കാരണം നമുക്ക് അനീമിക് ഹൈപ്പോക്സിയ വരാം. അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. നമുക്ക് ഇത്തിരിയും കൂടി ഡീറ്റെയിൽ അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞൊരു ദ്രാവകം നമ്മളുടെ എൻവയൺമെൻറ്റിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ RBCസിന് ഓക്സിജൻ ആവശ്യത്തിന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ അവിടെയും ഒരു അനീമിയ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടാകും. അനീമിയ അല്ല, ലൈക്ക് അനീമിക് ഹൈപ്പോക്സിയ ഉണ്ടാകും എന്ന് വെച്ചാൽ ഓക്സിജൻ ബ്ലഡിലേക്ക് എത്തുന്നില്ല. അല്ലെങ്കിൽ സ്റ്റാഗ്നൻറ്റ് ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിലേക്ക് ഓക്സിജൻ എത്തിയാൽ മാത്രം പോരെ, ഈ ബ്ലഡ് മൂവ് ചെയ്യണമല്ലോ. ഈ മൂവ് ചെയ്ത് നമ്മളുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തണം. ആ മൂവ്മെൻറ്റിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ ദർ ഇസ് സ്റ്റാഗ്നൻറ്റ് ഹൈപ്പോക്സിയ. അപ്പോൾ നമുക്കറിയാം ബ്ലഡ് മൂവ് ചെയ്യുന്നത് ആർട്ടറീസിലും വെയിൻസിലും കൂടെയാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഒബ്സ്ട്രക്ഷൻസ് സംഭവിക്കാം. അപ്പോൾ ആർട്ടറിയിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുന്നതിന് നമ്മൾ ഇഷീമിയ എന്ന് പറയും. അപ്പോൾ ഇഷീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് സപ്ലൈ ഓഫ് ബ്ലഡ് ടു എ സ്പെസിഫിക് ഓർഗൻ അല്ലെങ്കിൽ സ്പെസിഫിക് ടിഷ്യൂ, അല്ലെങ്കിൽ ഒരു സെല്ലിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇഷീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം എന്ത് സംഭവിക്കും? അവിടെ ഓക്സിജൻ്റെ അളവ് കുറയും. അതേപോലെ തന്നെ വീനസ് ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. വെയിൻസിന് എന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓർഗൻ വരെ എത്തി, ആ ഓർഗനിൽ നിന്ന് തിരിച്ചു പോകാൻ അതിന് പറ്റുന്നില്ല. ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നു. വെയിൻസിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് കൺജഷൻ. നമുക്ക് നോക്കാം. പിന്നെ ലാസ്റ്റ് വൺ ഇസ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസ് വരെ എത്തി, പക്ഷേ ടിഷ്യൂസിന് അല്ലെങ്കിൽ ആ സെല്ലുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. അതിൻ്റെ മെയിൻ ഒരു എക്സാമ്പിളാണ് സയനൈഡ് പോയിസണിങ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഓരോ ടൈപ്സ് ഓഫ് ഹൈപ്പോക്സിയൻ്റെ മെക്കാനിസം ഇൻ ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചത് ഹൈപ്പോക്സിയാണ്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ കുറവ്. അങ്ങനെ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ലങ്സിലേക്ക് കയറാനായിട്ട് ഓക്സിജൻ ഇല്ല. നമ്മൾ പഠിച്ച പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിലോ അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്ന ഒരു എൻവയൺമെൻറ്റിൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോകും.
അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടത്ര ഓക്സിജൻ കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ ട്രക്കിയയിലോ ബ്രോങ്കയിലോ എന്തെങ്കിലും ബ്ലോക്കേജ് വരുന്നു. അപ്പോൾ ക്രോണിക് COPD പോലത്തെ സിറ്റുവേഷൻസ് ആകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫോറിൻ ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു കൊച്ചെന്തെങ്കിലും മാർബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഴുങ്ങി അപ്പോൾ അതിൻ്റെ നേരെ ട്രക്കിയയിൽ പോയതിരുന്ന് അങ്ങനെ ഒന്ന് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ഓക്സിജൻ അവിടെ കിട്ടത്തില്ല. സോ ആ സിറ്റുവേഷനിൽ നമ്മൾക്ക് ഹൈപ്പോക്സിയ വരാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ബ്ലഡിലുള്ള പ്രശ്നങ്ങൾ. ഫോർ എക്സാമ്പിൾ അനീമിയയിൽ നമുക്കറിയാം RBCs വേണ്ടത്ര എമൗണ്ടായിട്ടൊരു പേഴ്സണിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ശ്വസിച്ച ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ടുള്ള RBCസിൻ്റെ അളവ് കുറവാണ്. ദിസ് വി കോൾ ഇറ്റ് ആസ് അനീമിയ. അപ്പോൾ ഇതാണ് നമ്മുടെ അനീമിക് ഹൈപ്പോക്സിയയുടെ മെയിൻ ഒരു വകഭേദം. പിന്നെ അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, കാർബൺ ഡയോക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ്, കാർബണിലോട് ഒരു ഓക്സിജൻ ബൈൻഡ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിലും നമുക്ക് ഈ അനീമിക് ഹൈപ്പോക്സിയ വരാം. എന്തുവെന്ന് വെച്ചാൽ ഈ കാർബൺ മോണോക്സൈഡിന് RBCയോട് ബൈൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഓക്സിജനെക്കാട്ടും വളരെ ഇഷ്ടമാണ് കാർബൺ മോണോക്സൈഡിന് നമ്മുടെ RBCയോട് ബൈൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ RBCs മുഴുവൻ കാർബൺ മോണോക്സൈഡായിട്ട് സാച്ചുറേറ്റഡ് ആയി പോകും. അപ്പോൾ നമുക്ക് ഓക്സിജൻ ക്യാരി ചെയ്യാനായിട്ട് അതിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ കാർബൺ മോണോക്സൈഡ് നമ്മൾ ടിഷ്യൂസിൽ എത്തിച്ചിട്ട് കാര്യമില്ല, ഓക്സിജൻ തന്നെ എത്തിക്കണം. അപ്പോൾ എത്തിക്കാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ഇത് മറ്റേ അനാർക്കലി മൂവിയിൽ ഡിപ്പിക്റ്റ് ചെയ്യുന്നുണ്ട് കാർബൺ മോണോക്സൈഡ് പോയിസണിങ് വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ. ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ നാൾ ഈ ഓക്സിജൻ സിലിണ്ടറിൻ്റെ അകത്ത് ഈ സാധനം ഫോം ചെയ്യാം. അല്ലെങ്കിൽ മെയിനായിട്ട് പണ്ട് കാലത്ത് നമ്മളുടെ ഇലക്ട്രിക് ലൈറ്റിംഗ് അല്ലാതെ ഈ ഗ്യാസോ അല്ലെങ്കിൽ മെഴുകുതിരി വെച്ച് കത്തിച്ച് നമ്മൾ കിടന്നുറങ്ങുവാണെങ്കിൽ ആ റൂമിൻ്റെ അകത്ത് കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് ഭയങ്കരമായിട്ട് ഹൈ ആകാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് വെന്റിലേഷൻ ഇല്ലെങ്കിൽ. അങ്ങനത്തെ സിറ്റുവേഷനിലും നമ്മൾ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് ഒരു മനുഷ്യന് വരാം. പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റാഗ്നൻ്റ് ഹൈപ്പോക്സിയ നോക്കാം. സ്റ്റാഗ്നൻ്റ് ഹൈപ്പോക്സിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഓക്സിജൻ്റെ ഓക്സിജനല്ല, നമ്മളുടെ ബ്ലഡിൻ്റെ ഫ്ലോയിന് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എംബോളിസോ അല്ലെങ്കിൽ ത്രോംബസ് നമ്മളുടെ ബ്ലഡ് വെസലിൻ്റെ അകത്ത് ഒരു ബ്ലഡിൻ്റെ കട്ട ഫോം ചെയ്യുന്നു. ദാറ്റ് വി കോൾ ആസ് എ ത്രോംബൈ. അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബ്ലഡ് ഫ്ലോ നിൽക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് വെസൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു റീസണിന് ചുരുങ്ങിപ്പോകുന്നു, വി കോൾ ഇറ്റ് വെയ്സോ കൺസ്ട്രിക്ഷൻ. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാലും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ബ്ലഡിന് മൂവ്മെൻറ്റ് കിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് സ്റ്റാഗ്നൻ്റ് ഹൈപ്പോക്സിയ. അപ്പോൾ അത് രണ്ട് സിറ്റുവേഷൻസിൽ വരാം, ആർട്ടീരിയലായിട്ട് വരാം, വീനസ് ആയിട്ട് വരാം. നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ടാർഗറ്റ് ഓർഗൻസിലേക്ക് ബ്ലഡിന് മര്യാദയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നെങ്കിൽ ആർട്ടറീസോ അല്ലെങ്കിൽ വെയിൻസോ ക്ലോഗ്ഡായി അടഞ്ഞുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ സംഭവിച്ചു, അങ്ങനത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ബ്ലോക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഓർഗൻസിന് ഡാമേജ് സംഭവിക്കാം. ഒബ്വിയസ്ലി നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്ന ഈ സംഭവം തന്നെയാണല്ലോ. ഹാർട്ടിൻ്റെ ഓരോ മസിൽസിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാർട്ടിൻ്റെ ഒരു ബ്ലഡ് വെസൽ ബ്ലോക്കായി പോയിട്ട് അവിടെ ഇതിൻ്റെ ടാർഗറ്റ് ഓർഗനിന് ബ്ലഡ് കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ ആലോചിക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഓർഗൻ എന്ന് വിചാരിക്കും. അതിലേക്ക് നമുക്ക് ആർട്ടറി വഴി പോകുന്ന ആർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഓർഗനിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നൊരു വെസൽ, ഇത് സ്റ്റക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇൻഫെക്ഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ആ ഒരു ഓർഗനിന് വേണ്ടത്ര ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ ആ ഭാഗം മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. വേറെ സ്ഥലത്ത് നിന്ന് ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ കുഴപ്പമില്ല. രണ്ടാമത്തെ രീതി, ഇപ്പോൾ നമ്മൾ വെയിൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെയിനസ് ഒബ്സ്ട്രക്ഷൻ വരുവാണ്, വെയിൻസ് ബ്ലോക്കായി പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ ഓർഗൻ്റെ അകത്ത് ബ്ലഡ് വന്ന് കമിഞ്ഞു കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈക്ക് ഒരു ട്രാഫിക് ജാം പോലെ സംഭവിക്കും അല്ലേ, ഇപ്പോൾ ഒരു കൺജഷനാണ്. അപ്പോൾ വി കോൾ ഇറ്റ് വീനസ് കൺജഷൻ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും കുറേ പെക്യുലിയർ ഡാമേജസ് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഓരോ ടാർഗറ്റ് ഓർഗൻസിൽ. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ മെയിൻലി ഫസ്റ്റത്തെ ഡയഗ്രാംസ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത് സച്ച് ആസ് ദിസ് ആൻഡ് ദിസ്, ഇത് രണ്ടും ഇൻഫ്രാക്ട്സ് ആണ്. അപ്പോൾ താഴത്തതിനെ നമ്മൾ വൈറ്റ് ഇൻഫ്രാക്റ്റ് എന്ന് പറയും, പൊക്കത്തതിനെ നമ്മൾ റെഡ് ഇൻഫ്രാക്റ്റ് എന്ന് പറയും. അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ഡയഗ്രാം കാണിക്കുന്നത് നമ്മുടെ സ്പ്ലീനാണ്. അപ്പോൾ സ്പ്ലീനിലേക്ക് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ഒറ്റ ആർട്ടറിയാണ് അതിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഒരു ബ്ലോക്കേജ് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വൈറ്റ് കളറിൽ, എന്നുവെച്ചാൽ അവിടെ ബ്ലഡ് എത്തുന്നില്ല, ബ്ലഡ് എത്താത്തപ്പോഴത്തേക്ക് റെഡ് കളർ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വൈറ്റ് കളറിൽ ഒരു ഇൻഫെക്ഷൻ വരാം. അതേസമയം നമ്മളിപ്പോൾ ലങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലങ്സിൽ നമ്മൾക്ക് രണ്ട് ആർട്ടറീസിൽ നിന്ന് സപ്ലൈ ഉണ്ട്.
നേരെ ലങ്സിൻ്റെ ഓരോ സെൽസിനെ സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പൾമണറി ആർട്ടറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ബ്ലോക്ക് ആയി അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും റെഡ് കളറായിരിക്കും. ചില ഓർഗൻസിൽ വൈറ്റും റെഡും വരാം, അത് ഹാർട്ടിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവം വരാം. അപ്പോൾ അത് നമുക്ക് ഇൻ ഡീറ്റെയിൽ അടുത്ത ക്ലാസ്സസിൽ നോക്കാം. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് ആൻ ഇൻഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലഡ് സപ്ലൈൻ്റെ കുറവ് കാരണം ഒരു ടാർഗറ്റ് ഓർഗനോ അല്ലെങ്കിൽ ഓർഗൻ്റെ ഒരു ഭാഗമോ മരിച്ചു പോകുന്നു. ഇൻഫെക്ഷൻ വന്നാൽ ഇതിന് തിരിച്ചു വരവില്ല, ദാറ്റ് ഇസ് ഡെഡ്. ആ ഒരു പാർട്ട് ഓഫ് ഓർഗൻ ഡെഡാണ്, ദാറ്റ് ഇസ് ഇൻഫെക്ഷൻ. ഇപ്പുറത്ത് ഈ ഡയഗ്രാം കാണിക്കുന്നത് ദിസ് ഇസ് വീനസ് കൺജഷൻ. മെയിൻലി ഇത് നമ്മളുടെ ലിവറാണ്, ലിവറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ വീനസ് കൺജഷൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് സപ്ലൈ ആവുന്നുണ്ട്, പക്ഷേ തിരിച്ചു പോകാനുള്ള വെയിൻ ബ്ലോക്കായി പോകുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ വി കോൾ ഇറ്റ് ആസ് എ നട്ട്മെഗ് ലിവർ. അപ്പോൾ നമ്മുടെ നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുന്ന ജാതിക്ക. ഈ ജാതിക്കയുടെ കായ പൊട്ടിക്കുമ്പോൾ ഉള്ള അതേ ഒരു പാറ്റേൺ നമുക്കിവിടെ നമ്മുടെ ലിവറിൻ്റെ അകത്ത് കാണാം, ലിവറിൻ്റെ ഒരു ടിഷ്യൂസിൽ കാണാൻ പറ്റും. സോ ദിസ് ഈസ് എ വീനസ് കൺജഷൻ സിറ്റുവേഷൻ. ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത് ആർട്ടീരിയൽ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫെക്ഷൻ സിറ്റുവേഷൻ. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ഒരു സ്റ്റാഗ്നന്റ് ഹൈപ്പോക്സിയൻ്റെ ഓരോ ടൈപ്പാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. അപ്പോൾ ഹിസ്റ്റോ മീനിങ് സെൽ. അപ്പോൾ സെൽസിന് ടോക്സിക് ആയിട്ടുള്ള ഹൈപ്പോക്സിയ. അതെന്താണ് മെയിൻ റീസൺ? മെയിൻലി സയനൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാർബണും ട്രിപ്പിൾ ബോണ്ടഡ് ടു നൈട്രജൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോയിസണിങ് വരുമ്പോഴത്തേക്കും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? നമ്മളുടെ ഓക്സിജൻ അല്ലെങ്കിൽ ബ്ലഡ് കറക്റ്റായിട്ട് നമ്മുടെ ടിഷ്യൂസിലെല്ലാം ബ്ലഡ് എത്തിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓക്സിജനൊക്കെ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ ബയോകെമിസ്ട്രിയിൽ ഇൻ ഡീറ്റെയിൽ നമുക്ക് നോക്കാൻ പറ്റും, എന്നാലും ലൈക്ക് ഇൻ ബയോകെമിസ്ട്രി ഞാൻ ഇത്തിരി കൂടെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇവിടെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓക്സിജനും കഴിക്കുന്ന ഫുഡും എല്ലാം ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് വഴിയാണ് നമ്മളുടെ സെൽസ് എനർജി അല്ലെങ്കിൽ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ അത് ചെയ്യാൻ പറ്റും. എയറോബിക്കും ചെയ്യാം, അനേറോബിക്കും ചെയ്യാം. അനേറോബിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറേ ഓടുമ്പോഴും അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ എനർജി ഭയങ്കര ഹൈ ആയിട്ട് സ്പെൻഡ് ചെയ്ത് വളരെ കുറച്ച് ATP, ആകെ ബേസിക്കലി പറഞ്ഞാൽ 2 ATP മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇൻഎഫിഷ്യൻ്റ് ആണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഓടുമ്പോൾ അത് കഴിഞ്ഞിട്ട് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യും, അത് കഴിഞ്ഞ് ഭയങ്കര സോർനെസ് വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓടാതെ ഒരാൾ കുറേ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാലും കൈയൊക്കെ അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ഭയങ്കര ഫെറ്റിഗ്ഡ് ആവും, വീക്ക് ആവും. അപ്പോൾ ദാറ്റ് ഇസ് എ ബിൽഡപ്പ് ഓഫ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ അത് ദാറ്റ് ഇസ് എന്താ പറയുന്നത് നമ്മളുടെ അനേറോബിക് റെസ്പിറേഷൻ. അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ച് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞൊരു മെക്കാനിസം, നമ്മളുടെ മൈറ്റോകോൺട്രിയക്കകത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് വളരെ ഹൈ എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 32 to 36 ATPs ഉണ്ടാക്കാൻ പറ്റും ഇൻ എയറോബിക് റെസ്പിറേഷൻ. അപ്പം ഭയങ്കര ഹൈ എനർജി ഈൽഡുള്ളൊരു റെസ്പിറേഷൻ മെക്കാനിസമാണ്. അപ്പോൾ ഈ സയനൈഡ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ്റെ അകത്ത് കുറേ കോംപ്ലക്സുകളുണ്ട്, കോംപ്ലക്സ് 1 2 3 4. ഈ കാർബൺ മോണോക്സൈഡിൻ്റെ മെയിൻ പരിപാടി ഇവിടെ ഈ കോംപ്ലക്സ് 4 കണ്ടോ, ഒരു മെറ്റബോളിക് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ച ഓക്സിജൻ ഇവിടെ ഈ ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്ത് വാട്ടറായി മാറും, H2O ആയിട്ട് മാറും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഇവിടെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും ആര്? സയനൈഡ്. അപ്പോൾ സയനൈഡ് വന്നിട്ട് നമ്മളുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൻ്റെ 4th കോംപ്ലക്സിനെ ബ്ലോക്ക് ചെയ്ത് കളയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എയറോബിക് റെസ്പിറേഷൻ നടക്കത്തില്ല. അപ്പോൾ മസിൽസിനൊക്കെ പിന്നെയും കുഴപ്പമില്ല ഈ അനറോബിക്ക്, പക്ഷേ ബാക്കി നമ്മുടെ ബ്രെയിനിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് ATP കിട്ടുന്നില്ല, നമ്മുടെ ന്യൂറോൺസിനൊക്കെ ഡെത്ത് ആവുന്നു, ബേസിക്കലി പേഷ്യൻറ്റും മരിക്കുന്നു. സോ ദാറ്റ് ഈസ് സയനൈഡ് പോയ്സണിങ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി ആണ്. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇനിയും ഫസ്റ്റ് തന്നെ പാത്തോളജി കംപ്ലീറ്റ്ലി തീർത്തിട്ട് ഫാർമക്കോളജി പിന്നെ അതേപോലെ അനാറ്റമി, ഫിസിയോളജി അങ്ങനെ ബേസിക് ക്ലാസ്സസ് ആദ്യം എടുത്തിട്ട് പിന്നെ നമ്മൾക്ക് ഇൻ ഡീറ്റെയിൽ നമ്മളുടെ ക്ലിനിക്കൽ സബ്ജക്ട്സിലേക്ക് കയറാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ നമുക്ക് ക്ലാസ്സസ് എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എടുക്കാനായിട്ടാണ് ഒരു പ്ലാൻ. അപ്പോൾ പാത്തോളജി ഫ്രം ദ ബേസിക്സ് അൺടിൽ നമ്മൾ ക്യാൻസേഴ്സ് വരെ എത്തിക്കുന്ന രീതിയിൽ ആയിട്ടാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോസ് എല്ലാം മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബൈ.